മംഗളവാർത്ത 3-ാം വെള്ളി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. സമതല പ്രസംഗം. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത ശേഷമാണ് യേശു തന്റെ സമതല പ്രസംഗം ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ നന്മയെ പ്രഘോഷിക്കുക എന്നതാണ് അവന്റെ ദൗത്യം. ഇവനെക്കുറിച്ചാണ് മോശ പറഞ്ഞത്: നിങ്ങളിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 22, നിയമാവർത്തനം 18-15. ആ പ്രവാചകനാണ് യേശു. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനും കുറ്റം വിധിക്കപ്പെടാതിരിക്കാൻ ആരെയും വിധിക്കാതിരിക്കുവാനും നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടാൻ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനും നിനക്ക് ദാനമായി നൽകപ്പെട്ടവ ദാനമായി തിരിച്ചു നൽകുവാനും അവൻ പഠിപ്പിച്ചു. ഇതൊന്നും പാലിക്കാൻ ശീലിക്കാത്ത ശിഷ്യൻ കുരുടനെ നയിക്കുന്ന കുരുടനെ പോലെയാണ്. സമ്പത്തും അധികാരങ്ങളും മനുഷ്യനെ അഹങ്കാരികളും ധിക്കാരികളുമാക്കുന്നു. ദാരിദ്ര്യവും തിരസ്കരണവും അവനെ എളിമയുള്ളവനാക്കുന്നു. എളിയ മനസ്ഥിതി ഉള്ളവരിലേക്കാണ് ദൈവവചനം കടന്നുവരിക.